മുഹമ്മദ് സാഫി വയനാട്. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുലഞ്ഞി വിളിക്കണ്ടേ ഹായ്. ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ ജനങ്ങൾ വെറുക്കാൻ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ആരാന്റെ പൈസ നക്കി തിന്നുക. ഇതിന്നൊരു ഷെയർ ഓനും വാങ്ങിണ്ടാവും. ഈ നറുക്കെടുപ്പ് കണ്ടാൽ തന്നെ അറിയാതെ ഫുള്ള് തട്ടിപ്പാണ്. എന്താ വെച്ചാല് കോഴി നെല്ല് ചിക്കണ വരെ അതിന്റെ മോള് ചിക്കിയിട്ട് ഡോക്ടർ കൈയ്യണ്ടാരി താഴത്ത് കൈയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ മൊത്തം ഇളക്കിയാലെന്താ എന്റെ കയ്യേറ്റ് എത്തായിട്ടാ? മറ്റാളെ മുഖത്ത് എഴുതി വെച്ചിട്ട് എന്റെ മുഖത്ത് എഴുതി വെച്ചത് കള്ളത്തരാണ്. അതിന്റെ അടിയിൽ മൊത്തം ഷാഫിയന്റെ കാരം. ആർക്കേലും പറയാൻ പറ്റുമോ? കൂപ്പൺ എടുത്തോളം എന്തായി ശശിയായി. അങ്ങനെ വേണങ്ങൾക്ക് ഒളുപ്പം വല്ലത് ആദ്യം ആരെങ്കിലും എന്തോ ഓന്റെ കടം പെട്ടുന്ന പണി നമ്മക്ക് അല്ല. നിങ്ങള് ഒരാൾക്ക് പൈസ കൊടുത്തോളൂ. നിങ്ങള് മനസ്സറിഞ്ഞിട്ട് 1000 റുപ്യന്റെ വക. അല്ലാണ്ട് ഇമ്മാരി ചെറ്റത്തരത്തിന് കൂട്ടിക്കരുത്. ഇതെന്താ വെച്ചാൽ നാളെ ഇതിലിങ്ങനെ കൂടി വരും. നമ്മ ഒന്നും ഉണ്ടായിട്ട് പറയട്ടെ. പാവപ്പെട്ടന്റെ ആൾക്കാർ ആഗ്രഹിച്ചിട്ട് ഓരോ വീടിന് വേണ്ടിയിട്ട് 1000 റുപ്യന്റെ കൂപ്പ് എടുത്തു പോകും. അല്ല, ഇതിന് പ്രതികരിക്കാനാണ്. എന്താ വെച്ചാൽ വെറും കള്ളത്തനാണ് ഇതൊക്കെ. ഇത് കണ്ടറിഞ്ഞൂടെ? ഇവനും ഒന്നൊരു ഇത് വാങ്ങി. ഇങ്ങനത്തെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ബ്ലോക്ക് അടിച്ച് ഒഴിവാക്കിയാൽ തന്നെ എല്ലാം നന്നാവും. ഇതിന് ഗവൺമെന്റ് ഒരു നടപടി എടുക്കില്ലല്ലോ. ആലോചിച്ച് നോക്കുക. ഇവരോട് ചോദിച്ചാൽ ടാക്സ് അടക്കുന്നുണ്ട്. 5 കോടി കിട്ടിയിട്ട് അതിനൊരു 10 ലക്ഷം രൂപ ടാക്സ് അടക്കുന്നത് എന്താ കുഴപ്പം? അതെന്നങ്ങനെ വെച്ചാൽ ലോട്ടറി അടിച്ചിറക്കിയൂടെ? എനിക്ക് ലോട്ടറി അടിച്ചിറക്കിയൂടെ ടാക്സ് അടക്കുന്നുണ്ട് പറഞ്ഞിട്ട്? ഇതൊക്കെ സർക്കാർ നിർത്തേണ്ട സമയമാണ്. എന്ത് നിർത്താന്? കുറെ പാലം പൊളിയാണ്, മറ്റേ പൊളിയാണ്. ആർക്കും എന്തും ചെയ്യാം ഇപ്പൊ കേരളത്തിൽ. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നതായാലും. അപ്പൊ കൂപ്പൺ എടുത്ത എല്ലാരോടും നമസ്കാർ. പോയി ഊമ്പിയോളി പോയിട്ട് എല്ലാം കൂപ്പൺ എടുത്തവർക്ക് ഏറ്റവും വലിയ ലാഭം എന്താ വെച്ചാൽ 56 സെക്കൻഡ് വീഡിയോ കിട്ടി. അത്ര തന്നെ ഉള്ളൂ. ബാക്കി ഇതെന്താണ് ഒരു വിവരമല്ല. ഇതാണ് പറഞ്ഞത്. എന്താ വെച്ചാല് കൂപ്പൺ എടുത്തോല് നമോ നമസ്തേ.